SP മുഖർജി ഹാളിൽ MD വാസുദേവൻ നായരുടെ സ്മരണാഞ്ജലി നടന്നു. TK വിനോയ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഗോഡ്വിൻ സ്വാഗതം പറഞ്ഞു. MC പവിത്രൻ, കോട്ടൂർ ബാഹുലയൻ, CK അനന്തകൃഷ്ണൻ, നാരായണൻകുട്ടി AK തുടങ്ങിയവർ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. വർഗീസ് MM നന്ദിയും പറഞ്ഞു. തുടർച്ചയായി നമ്മുടെ പല കലാരംഗത്ത് പ്രവർത്തിക്കുന്ന അധികാരികളായ പലരും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത നാളില് ജയചന്ദ്രൻ എന്ന ഗായകൻ നമ്മളോട് കിടന്നു. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ ഒരു വൈകുന്നേരം ഇവിടെ എല്ലാവരും നമ്മൾ കൂടുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് MTയെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ നമ്മൾ ഈ സായാഹ്നം കടന്നു പോവുകയാണ്. അത് കൂടുതൽ നമ്മളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ജില്ലാ ലൈബ്രറി കൗൺസിൽ ശ്രീ PR വിനോദ്കുമാറൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും വൈകിയത് കൊണ്ട് കൂടുതലായിട്ട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ആ സ്മരണാഞ്ജലിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. MTയെ നമ്മൾ ഈ സഹായം കൂടുതലായിട്ട് ഓർമ്മിക്കുന്നു. അതിനായിട്ട് ശ്രീ വിനോദ്കുമാറുടെ ക്ഷണിച്ചോളൂ. ഒരു ബോർഡ് വെച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് കുറിക്കൂ എന്ന് പറഞ്ഞപ്പോൾ MT കുറിച്ച 6-7 വാചകങ്ങളാണ്. പിന്നീട് മസൂദായിട്ട് തന്നെ സർക്കാരിൻ്റെ 2018 കാലഘട്ടത്തിൽ സമീപിച്ച് ഇത് ഭാഷാപ്രതിജ്ഞയാക്കി മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ സർക്കാർ അംഗീകരിക്കുകയും മലയാളത്തിൻ്റെ ഭാഷാപ്രതിജ്ഞയായി മാറുകയും ചെയ്തു. ഞാൻ സംസാരിക്കുന്നിടത്തൊക്കെ പറയാറുണ്ട്, പ്രതിഭയില്ലാത്തവൻ കവിത എഴുതും, പ്രതിഭയുള്ളവൻ എഴുതുന്നത് കവിതയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വെറുതെ എഴുതിയ 6-7 വാചകങ്ങൾ മലയാളിയുടെ ഭാഷാ പ്രതിഭയാണ്. അതിൽ MT എന്താണ് എഴുതി വെച്ചത്? നമുക്കറിയാം, ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വായു, വെള്ളം, പാർപ്പിടം, ആകാശവും നക്ഷത്രങ്ങളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ ഭാഷ മലയാളമാണ്. മലയാളമാണ് എൻ്റെ ഭാഷ. എന്നെ തഴുകിപ്പോകുന്ന കാറ്റാണ് എൻ്റെ ഭാഷ. ഞാൻ കുടിക്കുന്ന കുളിരുള്ള ജലമാണ് എൻ്റെ ഭാഷ. ഞാൻ വസിക്കുന്ന വീടാണ് എൻ്റെ ഭാഷ. ഞാൻ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങളാണ് എൻ്റെ ഭാഷ. ഞാൻ ഭൂമിയിൽ എവിടെ പോയാലും അവിടെ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ എൻ്റെ ഭാഷയിലാണ്. ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ എൻ്റെ ഭാഷയിലാണ്. അവസാനം MT പറഞ്ഞു വെക്കുന്നു, ഞാനാണ് എൻ്റെ ഭാഷ. നമുക്ക് ഭാഷയെ എത്ര കണ്ട് സ്നേഹിച്ച ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുക എന്ന് നമ്മൾ പറഞ്ഞു കേട്ടു. അക്ഷരങ്ങളെ എടുത്തിട്ട് ഈ പന്തൊക്കെ അമ്മാനമാടുന്നത് പോലെ അമ്മാനമാടും. അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടിയ ഒരു മനുഷ്യൻ, അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടിയ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് വില്യം ഷേക്സ്പിയറെ കുറിച്ചാണ്. വാക്കുകൾ കൊണ്ട് ജഗിൾ ചെയ്യും. ബഷീറിയൻ കഥാപാത്രങ്ങളെ നമുക്കത് ഞാനാണെന്ന് സങ്കല്പിക്കാൻ പറ്റും. ബഷീറിന്റെ ഒരു കഥാപാത്രത്തെ എടുത്തിട്ട് നമുക്കതിനോട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റില്ല. കാരണം അത്ര വിചിത്രമാണ് ബഷീറിന്റെ കഥാപാത്രം.
ഒരുപക്ഷെ നമുക്ക് നമ്മളോട് ചേർത്ത് വെക്കാം. അത് ആ ആനവാരിയിൽ കുരിശ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു കഥാപാത്രം ഞാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ MT കഥകളിൽ നമ്മളായി തന്നെ നമുക്ക് ഈ കഥാപാത്രങ്ങളെ തോന്നും. അപ്പൊ നമ്മളായി തന്നെ ഈ കഥാപാത്രങ്ങൾ തോന്നുന്നതോടുകൂടിയാണ് MT 4 തലമുറകളിൽ ജീവിച്ചത്. 1933 കാലഘട്ടം മുതൽ 2024 നന്നായി മഞ്ഞ് പെയ്യുന്ന ഒരു ഡിസംബർ 25 MT നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ ഇതിനിടയിൽ സ്വാധീനിച്ച തലമുറകൾ 4 തലമുറകളിൽ ഇതുപോലെ സ്വാധീനിച്ച ഒരു മനുഷ്യൻ. ഈ 4 തലമുറകളെ സ്വാധീനിച്ചത് എങ്ങനെയാണ്? പൂതപ്പുഴയും നിഴയും കൂടിച്ചേരുന്ന ഒരിടമുണ്ട്. കുമാരനെല്ലൂർ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം. നമുക്കിന്ന് ആ കുമരനെല്ലൂർ ഗ്രാമത്തിൽ ചെന്നാൽ അവിടുത്തെ 10ാം ക്ലാസ്സിലെ രജിസ്റ്റർ പരിശോധിച്ചാൽ അതിൽ MT വാസുദേവൻ നായരെ കാണാൻ പറ്റും. വിചിത്രമാണ്. 10ാം ക്ലാസ് രജിസ്റ്ററിൽ നിങ്ങൾക്ക് MT വാസുദേവൻ അവരെ കാണാൻ പറ്റും. പക്ഷെ MT വാസുദേവനെ കാണാൻ പറ്റും. ഒരു കാലം എങ്ങനെയാണ് ഇതുവരെ എത്തിയത് എന്ന് ഈ MT വാസുദേവൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേര് ആ രജിസ്റ്ററിലുണ്ട്. നാം പറയുന്ന MT വാസുദേവൻ നായരല്ല. കാത്തിരിപ്പ് ഇത്ര വലിയ തീഷ്ണമായ ഒരു വിഷയമായിട്ട് ഇന്നിനെ നമുക്ക് അടയാളപ്പെടുത്താം. നിങ്ങൾക്ക് 10 മണിക്കൂറുള്ള 15 മണിക്കൂർ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ വെച്ച് നിങ്ങൾ കാത്തിരിപ്പ് എന്ന് പറയുന്ന മാനസികാവസ്ഥയുടെ എല്ലാ വിഷമതകളെയും മാറ്റിക്കളഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു. 8 മണിക്കൂറോ 10 മണിക്കൂറോ നിങ്ങൾ വേണമെങ്കിൽ കാത്തിരിക്കും. പണ്ടത്തെ സിനിമാ കോട്ടയിൽ പോയാൽ 2 മണിക്ക് ചെന്ന് ടിക്കറ്റ് എടുക്കാൻ നിന്നാൽ 3 മണി വരെ ആവാനുള്ള കാത്തിരിപ്പ് വലിയ പ്രശ്നം. ഇന്ന് നിങ്ങൾക്ക് 2 മണിക്ക് ചെന്ന് ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ടിക്കറ്റിന്റെ ക്യൂ നിന്നാൽ കാത്തിരിപ്പിന്റെ അളവ് കുറഞ്ഞു പോയുള്ള പ്രശ്നമാണ്. തിരുമ്പ് നേരെ കിട്ടിയത് കുറച്ച് നേരം മൊബൈൽ നോക്കിയിരിക്കുക. കാത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത അത് 1-2 വർഷമല്ല, 9 വർഷക്കാലം വിമല കാത്തിരിക്കുക. 9 വർഷക്കാലം മഞ്ഞിലെ കഥാപാത്രമായ വിമല കാത്തിരിക്കുക. ഇവിടെ ഈ നാലുകെട്ടിന്റെയും നടുമുറ്റങ്ങളുടെയും പഴയ പ്രതാപമുള്ള നായർ തറവാടിന്റെയും കഥകൾ മാത്രം പറയുന്ന മനുഷ്യനാണ് MT എന്നുള്ള വിമർശനമുണ്ട്. പക്ഷേ ഒരു അസുരത്വം, ഒരു കാലവും, അതിനപ്പുറത്തേക്കൊന്നും ഒരു 3ാമത് കഥയുമില്ല. അതിനപ്പുറത്തേക്കൊന്നും നമുക്കിങ്ങനെ നാലുകെട്ടിനുള്ളിൽ തളച്ചെടുപ്പെട്ട ഒരു എഴുത്തുകാരനെന്ന രീതിയിൽ കാണാൻ പറ്റും. MT എന്ന് പറയും ആ മനുഷ്യൻ കാലാതീതനായി പോയത്, ദേശാതീതനായി പോയത് മഞ്ഞിലൂടെയാണ്. നൈനിറ്റാൾ എന്ന് പറയുന്ന ഗ്രാമത്തിലെ മഞ്ഞളിന്റെ പ്രദേശത്ത് വിമല എന്ന് പറയുന്ന പെൺകുട്ടി കാത്തിരിക്കുക. ഈ സുധീർ കുമാർ മിശ്ര എന്ന് പറയുന്നത് ഒരു ദിവസം മാത്രം കണ്ടുപരിചയമുള്ള ആ ഒരു ദിവസം കൊണ്ട് പ്രണയം, ആ പ്രണയത്തെ വിവരിക്കുന്ന രംഗങ്ങളൊക്കെ വളരെ രസകരമാണ്. ഈ കല്ല് വെള്ളത്തിലേക്ക് എടുത്തിടുമ്പോൾ ആ വെള്ളത്തെ ഇങ്ങനെ കല്ലിങ്ങനെ പൊതഞ്ഞിങ്ങനെ വരും. ആ ബന്ധം വളരെ തീക്ഷ്ണമാണ്. ആ കല്ല് വെള്ളത്തിൽ വീഴുന്ന നിമിഷം ഈ കല്ലും വെള്ളവും തമ്മിൽ ഉണ്ടാവുന്ന ഒരു പ്രണയം, ഒരു അടുപ്പമുണ്ട്, ഒരു ഇടയടുപ്പമുണ്ട്. ഈ കല്ലിനെ അങ്ങോട്ട് ഈ ജലം അങ്ങോട്ട് പൊതിയും. നിമിഷങ്ങൾക്കുള്ളിൽ ആ കല്ല് എവിടെയെന്ന് അറിയാൻ പറ്റാത്തത്ര ആഴങ്ങളിലേക്ക് അങ്ങ് അകന്നുപോയി എവിടെയും പതിക്കും. ഈ നൈമിഷികമായ ബന്ധത്തിൽ പിന്നെയും ആ ഓളം ഈ കല്ലിനെ കാത്തിരിക്കുന്നൊരു മാനസികാവസ്ഥ കാണിച്ചു. ഒരു ദിവസത്തേക്ക് കണ്ട കാഴ്ചയും പ്രണയവും 9 വർഷത്തെ കാത്തിരിപ്പാണ്. എന്തിനു വേണ്ടിയാണെന്ന് അറിയുന്നത്? ഒരു കത്തെങ്കിലും. കുട്ടിയുടെ സവിശേഷമായ ഒരു പ്രശ്നമില്ല. ദേവിയായ പ്രശ്നമില്ല. ഇടിഞ്ഞ് പൊളിഞ്ഞ അമ്പലത്തില ദേവിയുടെ ശാന്തി വിളങ്ങിപ്പോ ദേവിന്റെ ദിവസം ആവശ്യത്തിലുള്ള ദേവ്യം വെക്കാൻ പറ്റുന്നില്ല.
ദേവിക്ക് നേദ്യം വെച്ചാൽ എന്റെ ബാക്കി എടുക്കുന്നത് വെളിച്ചപ്പാർക്കും പാരസ്യാർക്കും പോകും. ഒരു രക്ഷയില്ല. ഗതികെട്ട ദേവി, ആ ഗതികെട്ട ദേവി രക്ഷയില്ല. അവസാനം ദേവിയെ രക്ഷിക്കാൻ വേണ്ടി ആരാണ് വെളിച്ചപ്പാർക്കുന്നത്? ഒരു ഗതി നടത്തി ദേവി ഒന്ന് രക്ഷപ്പെടുത്തി. ഞാനാണ് ദേവിയെ രക്ഷപ്പെടുത്താൻ. അവസാനം സിനിമയുടെ അവസാനം ഈ വെളിച്ചപ്പാട് വീട്ടിലേക്ക് ഈ വിരുത് നടത്താൻ വേണ്ടി നടന്നു പോകുന്ന ഏറ്റവും മികച്ച നടനുള്ള അവാർഡാണ് PJ ആന്റണി. PJ ആന്റണി എന്നാണ് പേര് നോക്കണം. ഇന്ന് അത്ര ഒരു കഥാപാത്രം അവതരിപ്പിക്കാൻ ആരോടും പറഞ്ഞാൽ തന്റെ കരിയർ അവസാനിക്കുമെന്ന് ഓർത്തിട്ട് ജന്മതന്ത്ര ഒരു സിനിമയില് അഭിനയിക്കാനായിട്ട് ഏത് നടനും തയ്യാറാണ്. കുറിച്ചെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സ്മരണാഞ്ജലി അർപ്പിച്ചു കഴിഞ്ഞു. വിശദമായിട്ട് പറഞ്ഞു. കൂടുതലായിട്ട് ഇനി എന്ത് പറയാനുള്ള വിഷയം കഴിക്കുന്നു. ശരിക്കും ഞാൻ പഠിക്കുന്ന കാലത്ത് ഇത്രമാത്രം അനുഭവ സമ്പത്തുള്ള കഴിവുള്ള മനുഷ്യനാണെന്ന് ആദ്യം അറിഞ്ഞിട്ടില്ല. പിന്നീട് പുസ്തകങ്ങൾ വായിക്കുകയും അദ്ദേഹത്തെ കൂടുതൽ അറിയാൻ സാധിച്ചപ്പോഴാണ് നമ്മുടെ മലയാള ഭാഷയുടെ ഏറ്റവും നല്ല ഒരു പിതാവ് തന്നെയുള്ള തുഞ്ചത്തെഴുത്തച്ഛനാണെങ്കിൽ മാത്രം തുഞ്ചത്തിൽ ഉപയോഗിക്കുന്ന തുഞ്ചൻ സ്മാരകത്തിൽ ഇപ്പോൾ ശരിക്കും എന്തുകൊണ്ടും മലയാള ഭാഷയെ ഔന്നത്യത്തിലേക്ക് വിശ്വ മഹാസാഹിത്യത്തിൽ ലോകത്തിൽ തന്നെ എത്തിക്കാൻ സാധിച്ചുകൊണ്ടാണ് അവർ സ്ഥാനം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അത് അനുമോചനായ വ്യക്തി തന്നെയാണ് അദ്ദേഹം ആ തുഞ്ചൻ സ്മാരകത്തിലുള്ളത്. തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ പോലെ ശേഷം വരുന്ന ഈ തലമുറ അതുപോലെ ഒരിക്കലും ആവില്ല. മലയാള ഭാഷ എത്രമാത്രം എന്താണ് നിങ്ങളുടെ ഭാഷ അറിയണമെങ്കിൽ വ്യക്തി എൻ്റെ ഭാഷ അതുപോലെ ആ ഭാഷാ പ്രതിജ്ഞ പറഞ്ഞപ്പോൾ അത് എൻ്റെ ഭാഷ എന്നുള്ളതാണ് പറയുന്നത്. ആ ഭാഷയിൽ ആദ്യം തന്നെ പറയുന്നത് നിങ്ങളുടെ ആ ഭാഷയാണ് നിങ്ങളുടെ വ്യക്തിത്വം പറയുന്നത്. പഞ്ചാബ് ഗീത നക്സലേറ്റ് അത് പിപ്രാപ്രസാദ് അമ്മ നായികയുടെ അമ്മ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അമ്മ കാലഘട്ടത്തിൽ മതാത്മാരും കൂടെ പങ്കെടുത്ത കുട്ടിയമ്മളും അമ്മ ദീർഘകാല കാലഘട്ടത്തിൽ വേണ്ടി സ്വാതന്ത്ര്യം നേരിട്ട അമ്മയുടെ മകൾ ദുഷ്പ്രബോധനായിട്ട് ചിന്തിച്ച് നക്സലേറ്റായിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടന്ന് പരോളില് കുറെ അമ്മയുടെ അവസാന കാലഘട്ടത്തിൽ അമ്മയെ കാണാൻ വേണ്ടി അമ്മയെ കാണാൻ വേണ്ടി പരോളിൽ കോടതിയിൽ കിടക്കുമ്പോൾ ഇവര് വന്ന് മക്കളൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ അമ്മ ചോദിക്കുന്ന ചോദ്യമാണ് നിന്റെ പ്രസ്ഥാനത്തിന് സ്നേഹം എന്നുള്ളത് ഇല്ലാതെ ചോദിക്കും. അത് ഇപ്പോഴും ആ വാർത്ത ഇനിയും ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ് MT, ആരാണ് MT, എന്താണ് അദ്ദേഹം ചെയ്തതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ വളരെ സസൂക്ഷ്മമായിട്ട് അവതരിപ്പിച്ചത്. ഓരോ കഥയും പലപ്പോഴും പറയുന്നത് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന ആലോചിക്കുന്ന കഥാകാരങ്ങൾ പറയുന്നത് ഒരു മനുഷ്യൻ്റെ വികാരങ്ങളെ ഇത്ര മനോഹരമായിട്ട് അവതരിപ്പിച്ചത് കൃഷിയിലുള്ള പുനർപ്പങ്ങളുള്ളത് ഒരു ബന്ധപ്പെട്ടൊക്കെ ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഈ ആത്മനിഷ്ഠമായിട്ട് തന്നെ ശരിക്ക് ഇതൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ച അപൂർവം ചില വ്യക്തികളുള്ളതാണ്. അതിപ്പോൾ കാലം വായിക്കുമ്പോൾ അല്ലെങ്കിൽ കാലിട്ട് വായിക്കുമ്പോൾ പിന്നീട് മഞ്ഞ് വായിക്കുമ്പോഴേ കാത്തിരിക്കുന്നവരെയൊന്നും നിസ്സാരമില്ല. ഇന്നലാമേനെ കാത്തിരിക്കുന്നു, ബുദ്ധുവിനെ കാത്തിരിക്കുന്ന അധികം പറഞ്ഞ കാര്യമുണ്ട്. ഇതിന് മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സർദാർജി, ഇത് നമുക്കൊരു ഉള്ളിലൊരു നൊമ്പരമായിട്ട് ഇങ്ങനെ എന്നും വെമ്പൽക്കൊള്ളുന്ന ഒരു സംഗതിയായിട്ട് മാറുന്ന ഇതാണ്. അത് നൈനിത്താൾ എന്ന് പറയുന്ന ഇപ്പോൾ അനാഞ്ചല എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലായിരുന്നു നൈനി ദേവിയുടെ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള കഥത്ത് ഒരു സീസണിൽ വരുന്ന ഒരു കഥയാണ്. വളരെ മനോഹരമായിട്ട് ചെറുപാറ്റും വഴി വെച്ച് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നോവലാണ്. ലക്ഷ്മി വാജ്പേയി എന്ന് പറയുന്ന കുട്ടി ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നു. എല്ലാവരും പോകുന്നു. മേഖലായിട്ടുള്ള രംഗരാമനം മാത്രമാകുന്നു. നേരത്തെ പറഞ്ഞത് സുധീർ കുമാർ മിശ്രയെ കാത്തുകൊണ്ട് അവരും പോകുന്നില്ല. സുധീർ കുമാർ മിശ്രയെ കാത്തിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു അച്ഛൻ്റെ മരണത്തിന് പോകുന്ന ആള് ഇങ്ങനെ ഇരിക്കുക. അച്ഛൻ്റെ കുറിച്ച് കാരണം വീടിനെ കുറിച്ച് കുടുംബം ശിഥിലമായ കുടുംബത്തിൻ്റെ കഥ പറയുന്ന അമ്മമാരുടെ ഫാഷൻ രീതിയാണ്. അയാളെ സ്ത്രീകളുമായി പുരുഷനുമായിട്ട് ബന്ധമുണ്ട്. അച്ഛൻ കിടപ്പിലാണ്. അനിയൻ ഈ ലഹരിക്ക് അടിമയാണ്. അനിയത്തെ അതിനേക്കാൾ അങ്ങനത്തെ ഒരു
ശിഥിലമായ കുടുംബത്തിൻ്റെ കഥകൾ. ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും. നാലുകെട്ടിനെ കുറിച്ച് പറയുമ്പോൾ നാലുകെട്ടിൻ്റെ ശിഥിലമായ കഥകളാണ്. അത് തന്നെയാണ് 1977 അവസാന കാലഘട്ടം. ഇതോട് പറഞ്ഞത് 4 തലമുറ എന്ന് പറയുന്ന, അപ്പോൾ അക്കിത്തത്തിനായാലും ഇടശ്ശേരിയായാലും ഉറൂബിനായാലും ബഷീറിനായാലും പിന്നീട് അദ്ദേഹത്തിന് ഒപ്പം സഞ്ചരിച്ച കാക്കനാടൻ, അതുപോലെ തന്നെ ഒക്കെ അനുസരിച്ച് ഈ 4-5 തലമുറകളൊപ്പം സഞ്ചരിച്ച അവസാനം ഇവിടെ ചെറിയൊരു സത്യമാണ്. അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ ശിഥിലമായ ബന്ധങ്ങൾ കഥയാണ് അവിടെ ശ്രമിക്കുന്നത്. ആ സംഗതിയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് 1977 അവസാനം 80-കളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ശയ്യാവലംബയായി മരണത്തിന് കാത്തു കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് സുനിൽ ഗംഗോപാധ്യായയുടെ ഒരു കഥ എന്നാണ് അദ്ദേഹം എഴുതിയ മഹാഭാരതം. ആ മഹാഭാരതം വായിച്ചു നോക്കുന്നു. ഉറൂബ് പറയുന്നതായിട്ടാണ്, ഉറൂബാണ് ആ കാലഘട്ടത്തിലാണോ ഒന്ന് വായിക്കും, നിങ്ങൾക്ക് പുതുതായിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വായിക്കുകയാണ്. അങ്ങനെ വായിച്ച് എഴുതിയ നോവലാണ് രണ്ടാമത്. ലോകത്തിലെ ഇതിഹാസ നോവലുകൾ, മഹാഭാരതം തന്നെ ഇതിഹാസമാണ്, ഇതിഹാസത്തിൻ്റെ സൃഷ്ടി. MT മറ്റൊരു തലത്തിലേക്ക് അത് കൊണ്ടുപോയി. അതിനുശേഷം പിന്നീട് വടക്കൻ വീരഗാഥയും വൈശാലി എന്ന് പറയുന്ന സംഗതി, അതും ചെറിയൊരു കഥയെ അദ്ദേഹം വിപുലീകരിച്ചുണ്ടാക്കിയത്. ആ ഭാവന എന്ന് പറയുന്ന സ്വരല്ല. അങ്ങനെ എഴുതിയ നോവൽ ഭീമൻ എന്ന് പറയുന്ന, നേരത്തെ പറയുന്ന മഹാത്മത്തിൻ്റെ കഥ പറയുമ്പോൾ ചരിത്രത്തിൽ എപ്പോഴാണ് യുദ്ധം ജയിച്ചവനാണ് രാജാവ്, 100 പേരെ കൊന്ന ആളാണ് രാജാവ്. പക്ഷെ അദ്ദേഹം രാജാവ് ആക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു സംഗതിയുണ്ട്. ഒരു മഹാഭാരത ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എഴുത്ത് ഒരു ആത്മശുദ്ധീകരണമാണ്. ഓരോ എഴുത്തുകാരൻ്റെയും അനുഭവം, ആ അനുഭവം ജീവിതാനുഭവം എല്ലാം അത് പ്രത്യേകിച്ചൊരു കാലഘട്ടത്തിൽ സ്വാംശീകരിച്ച് നമ്മോട് പറഞ്ഞ് നമുക്ക് തരുന്നു. അങ്ങനെ ഫ്യൂഡലിസം കുടികുത്തി വാഴുന്ന കാലത്ത് ജനിച്ച വളർന്ന ആളാണ് MT വാസുദേവൻ. നാലുകെട്ടിൻ്റെ ഉള്ളില് നാലുകെട്ടിനകത്ത് ഒരു മൂലക്കൻ ഇഷ്ടംപോലെ സ്ത്രീ വ്യഥകൾ അനുഭവിച്ച മനസ്സ്, ഹൃദയം എരിഞ്ഞ് അടങ്ങിയിട്ടുണ്ട് അവിടെ. ഇദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. കുട്ടിയിടത്തേക്ക് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിയിടത്തിൽ വിലാസിനിക്ക് അങ്ങനെ പേര് വീണത് തന്നെ അതിൽ അഭിനയിച്ചതുകൊണ്ട്. അങ്ങനെ അദ്ദേഹം ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പൗത്തറിലെ മിസ്റ്റർ പൗത്തറിൻ്റെ ആ പുസ്തകം ഇവിടെ കൊണ്ടുവന്നത് കർക്കിടകം എന്ന് പറഞ്ഞൊരു പുസ്തകം അദ്ദേഹം എഴുതിയതാണ്. അതുപോലെ ഞങ്ങൾ ചർച്ച ചെയ്തൊരു പുസ്തകമാണ്. ആ കർക്കിടകത്തിൽ അദ്ദേഹം ദാരിദ്ര്യം അനുഭവിച്ചൊരു കുട്ടിയായിരുന്നു. അദ്ദേഹം ഗർഭപാത്രത്തിൽ വെച്ച് അദ്ദേഹത്തെ കൊല്ലാൻ നോക്കിയതാണ് അവിടുത്തെ തറവാട്ടുകാർ. അത് ഇനി വേണ്ട, ഇനിയൊരു ജന്മം വേണ്ട. അന്നത്തെ ആ ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയെ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ആയുർവേദം മരുന്ന് കൊടുത്ത് അത് അദ്ദേഹം ശോഷിച്ചു പോയത് അതുകൊണ്ടാണ്. അധികം ജനിച്ചപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് കൊല്ലാൻ നോക്കിയതാണ് അദ്ദേഹത്തെ. ഇനി വേണ്ട, അങ്ങനെയുള്ള ഒരു ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥിതിയിൽ വളർന്നു വന്ന അദ്ദേഹം ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. അമ്മാവൻ്റെ ഔദാര്യത്തിൽ അമ്മയും മോനും കൂടി MD കൂടി പോയി അമ്മാവൻ്റെ അടുത്ത് ചാക്കുമായിട്ട് പോയി നെല്ലുകൊണ്ടെന്ന് അത് വെച്ച് വിളമ്പി കൊടുത്ത് അദ്ദേഹം പഠിക്കാൻ പോയിരുന്ന കാലത്ത്, ചെറുപ്പത്തിൽ പഠിക്കാൻ പോയിരുന്ന കാലത്ത് ഇവിടെ ഒന്നും ഉണ്ടാവില്ല വീട്ടിൽ. അവിടെ വീടിൻ്റെ അടുത്ത്, അവിടെ സ്കൂളിൻ്റെ അടുത്ത് ആ ചായക്കടയിൽ വെച്ചിരിക്കുന്ന ആ ചൂടുവെള്ളം എടുത്ത് അദ്ദേഹം കുടിക്കും. കാരണം അപ്പോഴും അദ്ദേഹത്തിന് ആശയാണ് വീട്ടിൽ വരുമ്പോൾ അമ്മ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും അത് തട്ടാം. ഈ സ്കൂളിൽ നിന്ന് ഓടി വീട്ടിൽ വരുമ്പോഴോ അമ്മ എടുക്കുമ്പോൾ എടുക്കെടുക്ക്, എടാ മോനെ ഇല്ല, നിനക്ക് വേണ്ടി വെച്ചിരുന്നതാണ്, കർക്കിടകത്തിലുള്ളതാണ്, നിനക്ക് വേണ്ടി വെച്ചിരുന്നതാണ്, അത് ഞാൻ അവർ വന്നപ്പോൾ അവരെടുത്ത് കൊടുത്തു. അങ്ങനെയുള്ള അനുഭവങ്ങൾ, തീക്ഷ്ണമായ അനുഭവങ്ങൾ മനുഷ്യ മനസ്സിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ നോട്ടം. കഥയെടുത്ത് വലിയ വേളയിൽ കാര്യമായൊരു സംസാരത്തിന് മുതിരുന്നില്ല. വായനക്കാരില്ലാത്ത ലോകത്ത് എഴുത്ത് വെറുതെ വ്യായാമമാണെന്നാണ് MT വിശേഷിപ്പിച്ചത്. പക്ഷെ MT തൻ്റെ എഴുത്തുകളിലൂടെ ഗൗരവമുള്ള ലക്ഷക്കണക്കിന് വായനക്കാരനെ പ്രത്യേകിച്ച് മലയാളത്തിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ് MTയുടെ എഴുത്തുകളിലെ ഏറ്റവും പരമപ്രധാനമായ വിഷയം. എഴുതുക മാത്രമല്ല, ആ എഴുതിയതിനെ ദൃശ്യമായി
ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ രീതിയിലുള്ള നിർമ്മാണവും സംവിധാനവും തിരക്കഥയും അടക്കം എങ്ങനെയൊക്കെ തന്നെ മനുഷ്യ മനസ്സുകളിലേക്ക് പച്ചയായ ജീവിതത്തെ എടുത്ത് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ MT നമ്മുടെ കേരള സമൂഹത്തിന് പ്രത്യേകിച്ച് മലയാള ഭാഷയ്ക്ക് നൽകിയ സേവനങ്ങളെ എല്ലാ കാലത്തും ഓർക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരുപാട് മണിമുത്തുകൾ അദ്ദേഹത്തിൻ്റെ കൃതികളായി തന്നെ നിലവിലുണ്ട്. ആ കൃതികളൊക്കെ തന്നെ എഴുതി നമ്മുടെ സാമൂഹ്യ മനസാക്ഷിയെ ആകെ തന്നെ ഉണർത്തുവാനും പച്ചയായ ജീവിതത്തെ മുഴുവൻ ആളുകളിലേക്ക് ത്രസിപ്പിക്കുവാനും പറ്റുന്ന രീതിയിലുള്ള കഥകളും കഥാപാത്രങ്ങളെയും സൃഷ്ടിച്ചുകൊണ്ട് നിർമാല്യം പോലെയുള്ള സിനിമകളിലൊക്കെ തന്നെ ആ ഒരു വെളിച്ചപ്പാടിനെ അവതരിപ്പിക്കുക വഴി, ആ വെളിച്ചപ്പാടിന്റെ ജീവിതത്തെ അവതരിപ്പിക്കുക വഴി, ആ ജീവിതത്തിന്റെ അവസാനം കാണിച്ചു തരിക വഴി ദേവി വിഗ്രഹത്തെ തന്നെ തന്റെ വെട്ടിയ വാളും ആ ചോരയും എടുക്കുന്ന ആ തുപ്പൽ ദേവി വിഗ്രഹത്തിന് നേരെ തുപ്പിക്കൊണ്ടുള്ള ആ അലർച്ച ഇന്നും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഇന്ന് നിലയിൽ സങ്കല്പിക്കുവാനേ കഴിയില്ല. അത്ര പടം ഒരു തിയേറ്ററിലും ഓടുവാനും എന്ന് കഴിയില്ല. അത് അങ്ങനെ ഓടുന്ന എല്ലാ തിയേറ്ററിലും അന്ന് രാത്രി കത്തിയിരിക്കും. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കൊച്ചി നിലയത്തിൽ എഴുതി കൊടുക്കാം. അത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ മഞ്ഞിൽ എഴുതി കൊടുത്തത് കൊച്ചി നിലയത്തിൽ. ഇപ്പോഴും പറയുന്നത് ആ മഞ്ഞ് ഇതാണ് കൊച്ചി നിലയത്തിൽ. അത് മാത്രം പറയാനാണ് ഞാൻ ജനിച്ചാൽ മരണത്തിന് സ്വാഭാവികമാണ്. ഒരുപക്ഷെ അടഞ്ഞ ഒരു പുസ്തകം പോലെ ജനിക്കും. അടഞ്ഞ മറ്റൊരു പുസ്തകം രണ്ട് അടഞ്ഞ അധ്യായങ്ങളിലാണ് സത്യം നിലനിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. അടഞ്ഞ പുസ്തകത്തിലാണ് സത്യം, തുറന്ന പുസ്തകത്തിലാണ് എനിക്ക് ആദരിച്ചുകൊണ്ടും എനിക്ക് അനുസ്മരിച്ചുകൊണ്ടും കേരളത്തിലുള്ള പ്രബുദ്ധരായ മലയാളികളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയും ചടങ്ങുകളിലേക്കും നമ്മൾ ലൈബ്രറികളുടെ ഭാഗമായി ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി ഈ ചടങ്ങുകൾ നിർവഹിക്കുന്നു. അതുകൊണ്ടും സ്വാഭാവികമായും അംഗസംഖ്യകളൊക്കെ കുറവാണ്. അത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഉണ്ടാവാം. കാരണം നമുക്ക് ഡിജിറ്റൽ ലോകത്ത് പ്രസംഗങ്ങൾ